ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥനാപൂർവം ദൈവ സാന്നിധ്യബോധത്തെ തിരിച്ചറിയുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യത്തിൽ 2 വ്യക്തികൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യേശു തമ്പുരാൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ 2 വ്യക്തികളുടെ പ്രാർത്ഥനകളാണ് അവിടെ പറയുന്നത്. ഒന്ന് പരീശൻ്റെയും രണ്ടാമത് ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയാണ്. 2 പേരും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി പോയി. 2 പേരും ചെയ്യുന്നത് ഒരേ കർമ്മം തന്നെയാണ്. 2 പേരും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥനയിൽ ഓരോ മനുഷ്യൻ്റെയും വ്യത്യസ്തമായ മനോഭാവങ്ങളെക്കുറിച്ച് ക്രിസ്തു ഇവിടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒരാൾ പരീശൻ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ്, ഞാൻ ദേവാലയത്തിൽ പോകുന്നവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം ക്രമമായി ഞാൻ ആത്മീകമായ അനുഭവങ്ങളിൽ ചെയ്യുന്നവനാണ് എന്ന് പറയുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ മാറി നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവമേ മഹാഭാവിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ 2 വ്യക്തികൾ 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 2 വ്യത്യസ്തമായ മനോഭാവങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം എന്തായിരിക്കുന്നുവോ അപ്രകാരമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. 2 വ്യക്തികൾ ജയിലിൽ ഒരു സെല്ലിൽ കഴിയുകയാണ്. 2 പേരും ഒരു മുറിയിൽ ഒരേ സാഹചര്യത്തിൽ കഴിയുന്ന 2 വ്യക്തികൾ. എന്നാൽ ഒരാൾ ആ തറയിൽ ഇടിഞ്ഞുകിടക്കുന്ന തറയിൽ നോക്കി തുപ്പുകയും പ്രാകുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ ശപിക്കുകയാണ്. എന്നാൽ മറ്റവൻ അതേ ജയിലറയിൽ കിടന്നുകൊണ്ട് അവൻ ജനലഴികളിൽ കൂടെ പുറത്തേക്ക് നോക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ട് അവൻ സന്തോഷപൂർവ്വം തൻ്റെ സാഹചര്യത്തെ ഓർത്ത്, തനിക്ക് വന്ന ഈ ഗതിയെ ഓർത്ത്, തൻ്റെ ജീവിതത്തിൽ വന്ന പരാജയത്തെ ഓർത്ത് അവൻ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. ഒരേ മുറിയിൽ ഒരേ സാഹചര്യത്തിൽ കഴിയുന്ന 2 വ്യക്തികൾ, അവരുടെ വ്യത്യസ്തങ്ങളായ 2 മനോഭാവങ്ങൾ. ഇതുപോലെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലും. നമ്മുടെ ജീവിതവും നമ്മുടെ സാഹചര്യവും എല്ലാം ദൈവം നമുക്ക് തരുന്നതാണ്. ആ ജീവിത സാഹചര്യങ്ങളെ വ്യത്യസ്തമായ മനോഭാവങ്ങളോടെ നാം ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ, പ്രാർത്ഥനാപൂർവം ദൈവത്തോട് അടുത്തു വരുവാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുന്നു. പരീശൻ്റെ പ്രാർത്ഥന അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സൽപ്രവർത്തികളെക്കുറിച്ച് വിവരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ ആ സന്ദർഭത്തെ ഉപയോഗിക്കുകയാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. അവൻ മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ അവൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ദൈവം കേൾക്കുന്ന പ്രാർത്ഥന എന്താണ്? ദൈവം കേൾക്കുന്ന പ്രാർത്ഥന അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ സമ്പാദ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സ്വത്തുവകകളെക്കുറിച്ച്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയെ ദൈവം കേൾക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായും ദൈവം കേൾക്കുന്ന പ്രാർത്ഥന നമ്മുടെ മനോഭാവം ദൈവസന്നിധിയിൽ താഴ്മയുള്ളതും വിനയമുള്ളതും ദൈവത്തിന് പ്രസാദകരവുമായി ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായ അനുതാപത്തോടെ ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ പരീക്ഷ മനോഭാവത്തോടെ പ്രാർത്ഥിക്കാതെ ചുങ്കക്കാരൻ്റെ മനോഭാവത്തോടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.